4 സെന്റ് പ്ലോട്ടിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള 900 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന വീടിന്റെ പ്ലാനും ഡിസൈനുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ ഹനീത്, അനുഗ്രാസിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൃശ്ശൂർ, എറണാകുളം ജില്ലകളിലാണ് ഞങ്ങളുടെ ഓഫീസുകൾ വരുന്നത്. നിങ്ങൾക്ക് വീട് നിർമ്മിക്കാനോ വീടിന്റെ പ്ലാൻ 3D പെർമിറ്റ് വാല്യൂ ചെയ്യാനായിട്ടാണെങ്കിലും താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നേരെ വീഡിയോയിലേക്ക് എടുക്കാം. ഒരു വീടിന്റെ നിർമ്മാണ ചെലവ് എത്ര വരും എന്ന് പറയുന്നതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ പല വീഡിയോസിലായിട്ട് സൂചിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. നമ്മളൊരു വീടിന്റെ നിർമ്മാണ ചെലവ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു റേറ്റ് അല്ല എന്നുള്ളത് ഇപ്പോഴും പല ആൾക്കാർക്കും അറിയില്ല. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ ഇപ്പോൾ 14 ജില്ലകളിലും 14 റേറ്റ് ആയിരിക്കും വരിക വീട് നിർമ്മിക്കുന്നതിനായിട്ട്. അത് പലപ്പോഴും പല ആളുകളും ഈ പരസ്യത്തിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സ്ക്വയർ ഫീറ്റിന് 1800, 1500, 2000 എന്നൊക്കെ പറഞ്ഞിട്ട്. നമുക്കൊരിക്കലും അങ്ങനെ ഒരു രീതിയിൽ ശരിക്കും ചെയ്യാനായിട്ട് പറ്റില്ല. ഞങ്ങൾ ആ ഒരു മെത്തേഡിലും അല്ല നമ്മൾ കൺസ്ട്രക്ഷൻ വർക്ക് എടുക്കുന്നത്. കൃത്യമായിട്ട് അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി എടുത്തിട്ടാണ്, അതിൻ്റെ ഒരു പ്ലാൻ 3D ഉണ്ടെങ്കിൽ 3D, അതിൻ്റെ സ്ട്രക്ചറിൽ എന്തെങ്കിലും ഡിസൈൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ അതിൻ്റെ ഒരു കോസ്റ്റ് പറയുന്നത്. പിന്നെ നമ്മുടെ ഒരു വീട് നിർമ്മിക്കുമ്പോൾ ഇപ്പോൾ 1000 സ്ക്വയർ ഫീറ്റ് ആണ് എന്നുള്ളത് കൊണ്ട് അതൊരു എല്ലാ 1000 സ്ക്വയർ ഫീറ്റും ഒരേ ക്വാളിറ്റിയിൽ നമ്മൾ ചെയ്താലും അതിൻ്റെ കോസ്റ്റ് ഡിഫറൻസ് ഉണ്ടാവും. ഇപ്പം മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ്, അതുപോലെ ലേബർ കോസ്റ്റ്, ഇത് മാത്രമല്ല. അപ്പോൾ ഒരു വീടിൻ്റെ ഇപ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ടാണെങ്കിൽ ഭിത്തിയുടെ നീളം എന്ന് പറയുന്നത് വീടിൻ്റെ ഏരിയയുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ലാത്ത കാര്യമാണ്. അതായത് ഇപ്പോൾ 1000 സ്ക്വയർ ഫീറ്റ് ആണ് വീടിൻ്റെ ടോട്ടൽ ഏരിയ എന്നുള്ളത് കൊണ്ട് അതിൻ്റെ ഭിത്തിയുടെ നീളം ഇത്രയേ ഉണ്ടാവുള്ളൂ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഭിത്തിയുടെ നീളം കൂടുന്നതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ താഴെ വരുന്ന ഫൗണ്ടേഷൻ, അതുപോലെ അതിൻ്റെ മുകളിൽ വരുന്ന ബെൽറ്റ്, ബ്രിക്ക് വർക്ക്, പ്ലാസ്റ്ററിങ്, പെയിൻറ്റിങ്, പിന്നെ അതിൽ ലിൻഡിൽ ഉണ്ടെങ്കിൽ അത്, ഇതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി വ്യത്യാസമായിരിക്കും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് ശരിക്കും ഒരു വീടിൻ്റെ റേറ്റ് നമ്മൾ പറയുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ ഓരോ ബിൽഡറെ സംബന്ധിച്ചും അവരുടേതായിട്ടുള്ളൊരു സ്പെസിഫിക്കേഷൻ ഉണ്ടാവും. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെയുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള റേറ്റ് ആണ് ഇപ്പോൾ ഒരാൾ വന്ന് നമ്മുടെ അടുത്ത് ഒരു റേറ്റ് ചോദിക്കുന്ന സമയത്ത് കൊടുക്കുന്നത്. ഏതാണ്ട് അതിനോട് ചേർന്ന് വരുന്ന റേറ്റ് ആണ് ഇപ്പോൾ വീഡിയോയിലും ഞാൻ പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ തൃശ്ശൂർ, എറണാകുളം ജില്ലകളിലാണ് നമ്മൾ കൺസ്ട്രക്ഷൻ വർക്ക് എടുക്കുന്നത്. ഈ 2 ജില്ലകൾ അടുത്തടുത്ത ജില്ലകളാണെങ്കിൽ പോലും ഇവിടെ 2 ജില്ലകളിലും നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് കോസ്റ്റിൽ നല്ല ഡിഫറൻസ് വരുന്നുണ്ട്. അതിപ്പോൾ ലേബർ ആയാലും മെറ്റീരിയൽസിലായാലും ഒക്കെ വരുന്നുണ്ട്. ഇപ്പോൾ പല ആൾക്കാർക്കും നമ്മൾ പറയുന്ന റേറ്റ് കൂടുതലാണ് എന്നുള്ളൊരു സംശയമുണ്ട്. പക്ഷേ നമ്മൾ എല്ലാ വീടുകളും ഇതുപോലെയല്ല ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ക്ലയൻറ്റ് വന്നിട്ട് അവരുടെ ബജറ്റ് ഇത്രയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒതുങ്ങുന്ന രീതിയിൽ നമ്മൾ പ്ലാനിങ് തൊട്ട് കാര്യങ്ങൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ കുറഞ്ഞ ബജറ്റിൽ നമുക്ക് വീട് ചെയ്യാനായിട്ട് പറ്റും. അത് ചില കാര്യങ്ങൾ നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും എന്നുള്ളത് മാത്രം. അല്ലാത്ത രീതിയിൽ ചെയ്യുമ്പോൾ നമ്മൾ ഈ പറയുന്ന റേറ്റ് ഒക്കെ തന്നെ ഏകദേശം വരാറുണ്ട്. അപ്പോൾ ഇത് പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണെങ്കിലും ഇതുപോലുള്ള കമൻറ്റുകൾ വരുന്നതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വീടിൻ്റെ കോസ്റ്റ് എത്ര വരും നോക്കാം. ആദ്യമായിട്ട് ഇതിൻ്റെ ഫൗണ്ടേഷൻ്റെ കോസ്റ്റ് എത്ര വരും നോക്കാം. ഇത് നമ്മൾ റബിൾ ഫൗണ്ടേഷൻ്റെ കോസ്റ്റാണ് ഇതിൽ പറയുന്നത്. 3,07,000 രൂപയാണ് ഈ വീടിൻ്റെ ഫൗണ്ടേഷൻ്റെ കോസ്റ്റ് വരുന്നത്. പിന്നീട് അതിൻ്റെ സ്ട്രക്ചർ, സൂപ്പർ സ്ട്രക്ചർ വർക്ക്, അതായത് ബ്രിക്ക് വർക്ക് മുതൽ റൂഫ് സ്ലാബ് വരെയൊക്കെ ആയിട്ട് 6,42,000 വരുന്നുണ്ട്. പിന്നീട് അതിൻ്റെ ഫിനിഷിംഗ് വർക്കുകൾ, ടൈല്, പെയിൻറ്റിങ്, പ്ലാസ്റ്ററിങ്, ഇലക്ട്രിക്കൽ ഒക്കെ ആയിട്ട് 9,22,000 രൂപയും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആകെ ഈ ഒരു വീട് നിർമ്മിക്കുന്നതിനായിട്ട് 18,72,000 രൂപ ചിലവ് വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ സ്ക്വയർ ഫീറ്റ് റേറ്റും അതോടൊപ്പം തന്നെ എല്ലാ കാര്യങ്ങളും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇപ്പോൾ ഫൗണ്ടേഷൻ്റെ കാര്യത്തിലാണെങ്കിൽ തന്നെ എർത്ത് വർക്ക് 12,000 രൂപ വരുന്നുണ്ട്. നമ്മൾ ഫൗണ്ടേഷന് വേണ്ടി മണ്ണ് മാറ്റുന്നതൊക്കെ ആയിട്ട് 12,000 വരുന്നുണ്ട്. പിന്നീട് അതിന് കരിങ്കല്ലിൻ്റെ വർക്ക്, റബിൾ ഫൗണ്ടേഷന് 1,21,000 രൂപ വരുന്നുണ്ട്. അതിന് മുകളിൽ വരുന്ന ബെൽറ്റ് 69,000 രൂപ, എർത്ത് ഫില്ലിങ് 55,000 രൂപ, അതുപോലെ അതിന് മുകളിൽ വരുന്ന കോൺക്രീറ്റ് 49,000 രൂപ. അപ്പോൾ ഇതിൽ ഈ എർത്ത് ഫില്ലിങ്ങിൻ്റെ കേസ് ഞാൻ എല്ലാ വീഡിയോയിലും സ്ഥിരമായിട്ട് പറയാറുണ്ട്, ചില വീഡിയോകൾ വിട്ടുപോകാറുണ്ടെങ്കിലും ഇത് നിങ്ങളിപ്പോൾ ഒരു 55,000 രൂപ ഇവിടെ എർത്ത് ഫില്ലിങ് എൻ്റെ ഒരു റേറ്റ് വരുന്നുണ്ട്. ഇത് ചില സ്ഥലങ്ങളിൽ ഇതിൻ്റെ പകുതിയിൽ താഴെ റേറ്റ് വരുള്ളൂ. അതിപ്പോൾ ഓരോ ലൊക്കേഷൻ അനുസരിച്ചിട്ട് വ്യത്യസ്തപ്പെട്ടിരിക്കാറുണ്ട്. പലപ്പോഴും ഈ മലബാർ ഏരിയകളിൽ റേറ്റ് കുറവാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മൾ അവിടെ നിന്ന് അങ്ങനെ വർക്കുകൾ അധികം ചെയ്തിട്ടില്ല, പക്ഷെ അത് സ്വതവേ റേറ്റ് കുറവാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നീട് അടുത്തത് അതിൻ്റെ ബ്രിക്ക് വർക്ക് 2,88,000 രൂപ വരുന്നുണ്ട്. ലിൻഡൽ, സൺഷെയ്ഡ് ഒക്കെ ആയിട്ട് 1,12,000 രൂപ, റൂഫ് സ്ലാബ് 2,40,000 രൂപ. അപ്പോൾ ഈ ഒരു സ്റ്റേജിലെത്തി നിൽക്കുന്ന സമയത്ത് 9,49,000 രൂപ നമുക്ക് ടോട്ടൽ കോസ്റ്റ് വരുന്നുണ്ട്. ഇനി അതിൻ്റെ ഫിനിഷിംഗ് വർക്കുകളിലേക്ക് പോവുകയാണെങ്കിൽ പ്ലാസ്റ്ററിങ് 1,88,000 രൂപ, പെയിൻറ്റിങ് 1,44,000 രൂപ, ടൈല് 1,55,000 രൂപ, ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് 1,94,000, ഡോർസ് ആൻഡ് വിൻഡോസ് 2,40,000.
അപ്പോൾ അങ്ങനെയാണ് നമുക്ക് 18,72,000 രൂപ ഈ ഒരു വീടിന്റെ കോസ്റ്റ് വന്നിട്ടുള്ളത്. ഇതിന്റെ സ്ക്വയർ ഫീറ്റ് റേറ്റ് പറയുകയാണെങ്കിൽ നമ്മൾ ടോട്ടൽ ഏരിയനെ ടോട്ടൽ കോസ്റ്റിനെ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റേറ്റ് അതാണ് 2080 രൂപയാണ് ഈ വീട് നിർമ്മിക്കുന്നതിന്റെ സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്നത്. ഇതൊരു ഫിക്സഡ് ആയിട്ടുള്ള റേറ്റ് ഒന്നുമല്ല. നമ്മളിപ്പോൾ ഇതേ ഒരു വീട് ഏത് ലൊക്കേഷനിലാണ് നമ്മൾ ചെയ്യുന്നത് അതിനനുസരിച്ച് അതിന്റെ കോസ്റ്റിൽ ഡിഫറൻസ് ഉണ്ടാവും. ഏത് ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് വെച്ചാണ് ചെയ്യുന്നത് അതിനനുസരിച്ചും അതിന്റെ കോസ്റ്റ് ഡിഫറൻസ് ഉണ്ടാവും. ഇപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതിപ്പോൾ നമ്മൾ അത്യാവശ്യം ഉറപ്പുള്ള സ്ഥലമാണെങ്കിൽ 2.5 അടി അല്ലെങ്കിൽ 2 അടി 2.5 അടിയിലൊക്കെ കരിങ്കല്ലിന്റെ ഫൗണ്ടേഷന്റെ റേറ്റ് ആണ് ഇതിൽ പറയുന്നത്. ഇത് കോളം ഫൂട്ടിങ്ങിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഇതിലും കോസ്റ്റ് കൂടും, ചിലപ്പോൾ നല്ല കോസ്റ്റ് കൂടും. അപ്പോൾ ഒരുപാട് ഘടകങ്ങളാണ് ഒരു വീടിന്റെ കോസ്റ്റ് അതിന്റെ ചെലവ് നിർണ്ണയിക്കുന്നത്. അപ്പോൾ ഒരു ഫിക്സഡ് റേറ്റ് ഒന്നുമില്ല. അതുപോലെ തന്നെ ഒരു ഫിക്സഡ് ആയിട്ട് സ്ക്വയർ ഫീറ്റ് റേറ്റ് നമുക്ക് ആദ്യമേ പറയാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്കുകളിലൊക്കെ അങ്ങനെ തന്നെയാണ്. ഇതുവരെ എല്ലാ വർക്കുകളിലും നമ്മൾ ആദ്യമേ തന്നെ ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റ് പറഞ്ഞിട്ടെടുത്തിട്ടില്ല. എല്ലാ വർക്കുകളും കൃത്യമായിട്ട് അതിന്റെ ക്വാണ്ടിറ്റി എടുത്തിട്ടാണ് അതിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു വീടിന്റെ 3D പ്ലാനും അതിന്റെ പ്ലാനൊക്കെ ഒന്ന് കാണാം. ഇത് ഈ വീടിന്റെ 3D പ്ലാൻ ആണ്. ഈ ഭാഗത്തായിട്ട് സിറ്റ് ഔട്ട് വരുന്നുണ്ട്. സിറ്റ് ഔട്ടിൽ നിന്ന് ഈ ഒരു ലിവിംഗ് ഹാളിലേക്കാണ് കിടക്കുന്നത്. ഇവിടെ ആയിട്ട് ഡൈനിങ് ഏരിയ വരുന്നുണ്ട്. ഇവിടെ കിച്ചൺ അതുപോലെ ഒരു സ്റ്റോർ റൂം കാണാവുന്നതാണ്. ഇത് ആദ്യത്തെ ബെഡ്റൂമാണ്. അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. ഈ ഭാഗത്തായിട്ട് ഒരു കോമൺ ബാത്റൂം കാണാവുന്നതാണ്. ഇത് വീടിന്റെ 2D പ്ലാൻ ആണ്. 340 150 സെന്റിമീറ്റർ എന്നാണ് സിറ്റ് ഔട്ടിന്റെ അളവ്. അടുത്തത് ലിവിംഗ് ഏരിയ ആണ്. 310 460 സെന്റിമീറ്റർ എന്നാണ് ലിവിംഗ് ഏരിയയുടെ സൈസ്. ഇവിടെ ഡൈനിങ് 340 310 സെന്റിമീറ്റർ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ കിച്ചൺ സ്റ്റോർ റൂം കാണാവുന്നതാണ്. ഇത് ആദ്യത്തെ ബെഡ്റൂമാണ്. 310 340 സെന്റിമീറ്റർ എന്നാണ് ബെഡ്റൂമിന്റെ സൈസ്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. 310 340 തന്നെയാണ് അളവ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു കോമൺ ബാത്റൂം കാണാവുന്നതാണ്. തൃശ്ശൂർ എറണാകുളം ജില്ലകളിലാണ് ഞങ്ങളുടെ ഓഫീസുകൾ വരുന്നത്. നിങ്ങൾക്ക് വീട് നിർമ്മിക്കാനും വീടിന്റെ പ്ലാൻ 3D പെർമിറ്റ് വാല്യൂ ചെയ്യാനായിട്ടാണെങ്കിൽ താഴെ കൊടുത്തിട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. വീടിന്റെ പ്ലാനും ഡിസൈനും സംബന്ധിച്ച് വീഡിയോസ് ആണ് ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. ഇതുപോലുള്ള വീഡിയോസ് താല്പര്യമുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.